നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടേക്ക്. ഇത്തരം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണോ അതോ ഇത്തരത്തിലുള്ള ആളെ അറസ്റ്റ് ചെയ്തതിനകത്ത് സർക്കാരിൻ്റെ അല്ല ഞാനത് ആ കാര്യത്തിൽ ഞാൻ ഒരു ഇപ്പോൾ നടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പമൊക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം. ഇപ്പോൾ ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നീതി ലഭ്യമായി കോടതി, അത് ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് ആ നീതി നൽകിയത്. അല്ല ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒരു അതിപ്പോൾ ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ ആണ് കുറേ പോലീസുകാരുടെ ഉണ്ടാക്കിയെടുത്ത ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതൊക്കെ നടന്നത് എന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നിരീക്ഷണം നടത്തേണ്ടതാണ്. അതിപ്പോൾ ഞാൻ അല്ല അതിന്. സർക്കാർ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ? അല്ല, അത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അല്ലെങ്കിൽ ഇന്നലെ അതിൻ്റെ വിധി വന്നപ്പോൾ പല തരത്തിലുമുള്ള അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നി. സർക്കാർ അല്ലെങ്കിലും അപ്പീലിൽ പോകുമല്ലോ. സർക്കാരിന് വേറെ ഒരു ജോലിയില്ലല്ലോ. ഏത് കിട്ടിയാലും ഏതൊക്കെ തരത്തിലും ആരെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് നോക്കിക്കാണുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കേസുകളും കെട്ടിച്ചമച്ചുണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്ന ഗവൺമെൻറ്റാണ് ഇവിടെയുള്ളത്. UDFനെ സംബന്ധിച്ചിടത്തോളം 101% പ്രതീക്ഷയുമായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രത്യേകിച്ച് അടൂർ മുനിസിപ്പാലിറ്റി ഈ പ്രാവശ്യം ഒരു സംശയം വേണ്ട, UDF ഭരണം നടത്തിയിരിക്കും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാവരും തന്നെ, UDFൻ്റെ എല്ലാ പ്രവർത്തകരും അതിന് സജീവമായി പ്രവർത്തന രംഗത്തുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും UDFനെ സംബന്ധിച്ചിടത്തോളം ഏകോപിപ്പിച്ചുള്ള ഒരു തീരുമാനങ്ങൾ ഞങ്ങൾക്കെടുക്കുവാനുള്ള അവസരം ലഭ്യമായി. ആ അവസരം ഞങ്ങൾ മുതലാക്കി എടുത്തുകൊണ്ട് ഇവിടുത്തെ കാര്യം മാത്രമല്ല, എല്ലാ ഇടങ്ങളിലും ഈ സംസ്ഥാനത്ത് മൊത്തത്തിൽ തെരഞ്ഞെടുപ്പിൽ ഒരു ഏകോപനം ഉണ്ടാക്കിക്കൊണ്ടാണ് UDF കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ മുമ്പോട്ട് പോയിട്ടുള്ളത്. അതിന് എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായങ്ങളും നിങ്ങൾ തന്ന അനുഗ്രഹവും ഒക്കെ ഞാൻ എപ്പോഴും നോക്കിക്കാണുന്ന ഒരു ആളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.